എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ട്. നൺ യെറ്റ് സർ. അവിടെ എത്തിയാൽ ഉടൻ വിളിക്കണം. റൈറ്റ് സർ. പേരെന്താ? അറിഞ്ഞിട്ട് എന്തെടുക്കാൻ പോകുന്നു? എന്തെടുക്കാൻ പോകുന്നുവെന്ന് ഓഫീസർ ചോദിച്ചത് കേട്ടില്ലേ? നിനക്കറിയാമോ ഈ സാറിൻ്റെ പേര്? വല്ല ശശിയെന്നോ മറ്റോ ആയിരിക്കും. ഉദ്യോഗത്തിന് പോകുന്ന നമ്മുടെ ആൾക്കാർ ഒന്നുകിൽ പേര് മാറ്റി പറയും, അല്ലെങ്കിൽ പുറത്ത് പറയാൻ തയ്യാറാവില്ല. ഭയം. എല്ലാം നിക്കറിൽ മുള്ളുന്ന ഭീരുക്കളാ. എടാ ഓഫീസർ, എങ്ങോട്ടാ പിക്നിക്കിന് പോകുന്നത്? ശ്മശാനത്തിലേക്കാണോ? എൻകൗണ്ടർ? ഓടിച്ചിട്ട് ഷൂട്ട് ചെയ്യോ അതോ കെട്ടിയിട്ട് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുമോ? ഓ പിന്നെ, കൊല്ലാൻ ഇവനൊക്കെ ധൈര്യം ഉണ്ടെങ്കിലല്ലേ. ആകെ പേടിച്ച് വരണ്ടിരിക്കുക. എനിക്ക് തീരെ പേടിയില്ല. ചാവാൻ തയ്യാറായവന് പേടി ഉണ്ടാവില്ലല്ലോ. എടോ ലാല, തനിക്ക് പേടിയുണ്ടോ? ഈ തൊഴിലിൽ ഇറങ്ങിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തായാലും എന്താ മുझे ചോട് ദോ ബാബാ. ഓക്കെ, എൻ്റെ കഷ്ടകാലം. എപ്പോൾ നോക്കിയാലും ഇത് തന്നെ പറഞ്ഞു. ചുമ്മാതൊന്നും അല്ലല്ലോ, കുറേ ഉണ്ടാക്കിയില്ലേ. പറ. ഹലോ, എത്താറായോ? അറിയില്ല. ട്രെയിൻ 1 hour ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇന്നാണ് ഈ കമ്പാർട്ട്മെന്റ് മുഴുവൻ കാലിയാ. നീ മധുര സ്റ്റേഷനിൽ എത്തിയാൽ ഉടനെ എന്നെ വിളിക്കാം. ഓക്കെ, ബൈ. വീട്ടിൽ നിന്നാണോ? യാത്ര പോവാണല്ലേ? മക്കളൊക്കെ ഉണ്ടോ? എത്ര മക്കളാ? ഷട്ട് അപ്പ്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് 300 വർഷം കൊണ്ട് നമ്മുടെ അവസ്ഥ എന്തായെന്ന് കണ്ടല്ലോ ബായി. നവാബായിരുന്നു, ഇപ്പൊ ഗതി കിട്ട പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിയ. ബീവി, 3ാമത്തെ വൈഫ്. 3 പേരിൽ ഏറ്റവും സുന്ദരിയായിരുന്നു. 16 വയസ്സ്. മകന് 9 മാസം ഉണ്ടായിരുന്നുള്ളൂ. ബറോഡയിൽ അമ്മായിയച്ഛൻ്റെ വീട്ടിൽ മോനുമായി പോയതാ. വഴിയിൽ ബേക്കറിയിൽ കയറി കേക്ക് വാങ്ങാൻ. ആ സമയത്താണ് വർഗീയ കലാപം. കൂട്ടത്തോടെ ബേക്കറിയിലേക്ക് കടന്നു കയറി വേവിച്ചെടുത്ത് വഴിയിലേക്ക് വലിച്ചെറിഞ്ഞു അവര്. കേക്കല്ല, എൻ്റെ ബീവിയെ, എൻ്റെ മകനെ. അത് പോയ പോട്ടെന്നേ, വേറെ 2 ഇല്ലേ, അഡ്ജസ്റ്റ് ചെയ്യേ. പോലീസും കീപ് ക്വയറ്റ് ആയിരുന്നു. വെറുതെ നോക്കൂത്തികളെ പോലെ കാഴ്ച കണ്ടു നിന്നു. അവരൊന്ന് തടഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മകനിപ്പോ സ്വർഗത്തിലേക്ക് പോകില്ലായിരുന്നു. വീട്ടിൽ ചിരിച്ചു കളിച്ച് നടന്നേനെ. ഞങ്ങളവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എവിടെ? ഗുജറാത്തിലോ? ഹായ് സബാഷ്. അവിടെ മുട്ടി നോക്കിയാലേ അറിയൂ. മുട്ടാൻ ചെന്നാ വെട്ടി വീഴ്ത്തും. ഞാൻ ചാകാനല്ല വന്നത്, കൊന്നൊടുക്കാനാ വന്നിരിക്കുന്നേ. ഒരു കാഫറിനെ പോലും ജീവനോടെ ബാക്കി വെച്ചേക്കില്ല. ഇവനെ പോലെ പേരുകൊണ്ട് മാത്രം മുസ്ലിം ആയിരിക്കുന്ന ജന്തുക്കൾക്കും ഇനി അധികം ആയുസുണ്ടാവില്ല.